എല്ലാവർക്കും നമസ്തേ. ജനം ടി വി ഒരു പുതിയ പരമ്പര ആരംഭിക്കുകയാണ്. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ, ഓരോ ജില്ലയിലും ഗ്രാമപ്രദേശങ്ങളിലൂടെയും സഞ്ചരിച്ചു കഴിഞ്ഞാൽ തകർന്ന് കാട് മൂടിക്കിടക്കുന്ന അനവധി ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഒരു കാലഘട്ടത്തിൽ മൈസൂരിൻ്റെ അക്രമകാലത്ത്, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാർ മേഖലയിലേക്ക് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ 1921 മാപ്പിള കലാപകാലത്ത്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിർഭാവകാലത്ത്, നമ്പൂതിരിമാർ കമ്മ്യൂണിസ്റ്റായ കാലത്ത്, ഈ ഒരു 3 കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ തകർച്ച സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ പല ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ പുനരുദ്ധാരണം ചെയ്ത ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഇപ്പോഴും അനവധി ക്ഷേത്രങ്ങൾ, 100 കണക്കിന് ക്ഷേത്രങ്ങൾ പുനരുദ്ധാരണം ചെയ്യാതെ കാട് മൂടി കിടക്കുന്നുണ്ട്. അത്തരം ക്ഷേത്രങ്ങൾക്ക് പറയാൻ അനവധി കഥകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. നമ്മുടെ നെഞ്ചകം തകരുന്ന കാഴ്ചകൾ ആ കാട് പിടിച്ച് കിടക്കുന്ന ക്ഷേത്രഭൂമികളിലുണ്ട്. അത്തരം ക്ഷേത്രഭൂമികളിലൂടെ കാട് വെട്ടിത്തെളിയിച്ച് ജനം ടി വി ടീം ആ ക്ഷേത്രഭൂമികളിലെത്തി ആ ചരിത്രം, അവിടുത്തെ വർത്തമാന കാഴ്ചകൾ എല്ലാം നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഈ പരമ്പര കൊണ്ട് ലക്ഷ്യമിടുന്നത്. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന പരമ്പരയിൽ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ പൊന്മുണ്ടം പഞ്ചായത്തിൽ ചിലവിൽ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഈ ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ടിപ്പു കേന്ദ്രീകരിച്ചിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ശിവലിംഗമെല്ലാം അടിച്ചുടച്ച് ഈ ക്ഷേത്ര ഭൂമിയിലായിരുന്നു ടിപ്പു കേന്ദ്രീകരിച്ചിരുന്നത്. ഇവിടെ 4 ഭാഗത്തും ഈ ക്ഷേത്രത്തിൻ്റെ ആനപ്പള്ള മതിലോട് കൂടിയ ക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തും പീരങ്കി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ടിപ്പു വലിയ കൊത്തളങ്ങൾ നിർമ്മിച്ചിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്കും അതുപോലെ മറ്റു കാഴ്ചകളിലേക്കും നമുക്ക് കടന്നു ചെല്ലാം. എല്ലാവർക്കും സ്വാഗതം. ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് പൊന്മുണ്ടം ചിലവിൽ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് 2.5-3 ഏക്കറിലധികം ഭൂമി ഉണ്ടായിരുന്നു. ഇത് പഴയ കാലത്ത് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടായ വെട്ടത്ത് നാട് ഭരിച്ചിരുന്ന വെട്ടത്ത് രാജാവിൻ്റെ ഊരായ്മയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം കണ്ണാഞ്ചേരി പന്നിക്കാട്ട് ഇല്ലക്കാരുടെ ഊരാളമയിലുള്ളതാണ്. ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് ഇതിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം. കമ്മിറ്റിയാണ് ക്ഷേത്രം ഭരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് വളരെയധികം നാശനഷ്ടം സംഭവിച്ചൊരു ക്ഷേത്രമാണ്. വിഗ്രഹങ്ങൾ തകർക്കപ്പെടുക, അതേമാതിരി കൊത്തളങ്ങളൊക്കെ തകർക്കപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ദേവി വിഗ്രഹമൊക്കെ തച്ച് ഉടക്കലും അതിനുശേഷം ഇപ്പോൾ നാട്ടുകാരാണ് ഇപ്പോൾ ഇതിന് പുനഃപ്രവർത്തനം നടക്കുന്നത്. ഏകദേശം ഈ ക്ഷേത്രത്തിന് 2500 വർഷം പഴക്കമുണ്ട്. ആറായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു രാജവംശം ഭരിച്ചിരുന്നു. ആ രാജവംശത്തിൻ്റെ അതിലായിരുന്നു ക്ഷേത്രം. അവർ നിർമ്മിച്ചതാണ് ക്ഷേത്രം. അതിനുശേഷം ആ രാജവംശം അന്യം പോയി. അതിനുശേഷമാണ് പിന്നെ വെട്ടത്ത് രാജാക്കന്മാർ വന്നത്. അപ്പോൾ ആ അന്നത്തെ രാജാക്കന്മാരെ ആ അധികാരം ഉപയോഗിച്ചിട്ട് ഈ വെട്ടത്ത് രാജാക്കന്മാർ ക്ഷേത്രം അവരുടെ അധീനത്തിലാക്കി. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് ഈ ഇവിടെ കണ്ണഞ്ചേരി പന്നിക്കാട്ട് ഇല്ലക്കാരൊക്കെ വന്നത്.
അപ്പോൾ അന്ന് ഈ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഈ ക്ഷേത്രം അതിൻ്റെ സ്വത്തുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ വെട്ടത്ത് രാജാക്കന്മാർ നമ്മൾ കണ്ണാഞ്ചേരി പന്നിക്കാട്ട് ഇല്ലക്കാരെ ഏൽപ്പിച്ചു. പിന്നെ അവരായിരുന്നു ക്ഷേത്രം കൊണ്ടു നടന്നിരുന്നത്. പിൽക്കാലത്ത് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് പാട്ടുത്സവമാണ്. 12 ദിവസത്തെ അതിഗംഭീരമായ പാട്ടുത്സവം നടത്താറുണ്ട്. ഈ പാട്ടുത്സവത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി ആ കാലത്ത് വെട്ടത്ത് രാജാവ് ഈ ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രദേശത്ത് തന്നെ താൽക്കാലിക കോവിലകൾ നിർമ്മിച്ച് അത് ശ്രാമ്പി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. രാജാക്കന്മാർ താമസിച്ചിരുന്ന സ്ഥലം ശ്രാമ്പിയാണ്. അതുപോലെ തന്നെ തമ്പുരാട്ടിമാർ താമസിച്ചിരുന്ന ചെറിയ കോവിലകങ്ങൾക്ക് അരശ്രാമ്പി എന്ന് പറയും. അങ്ങനെ അത്തരം പ്രദേശങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ 12 ദിവസം വെട്ടത്ത് രാജാവ് തൻ്റെ ഭരണകാര്യങ്ങൾ പോലും നിർവഹിച്ചിരുന്ന ഒരു ക്ഷേത്രമാണിത്. അതിനുശേഷമാണ് ഇവിടെ ടിപ്പുവിൻ്റെ പടയോട്ടം വന്നത്. വെട്ടത്ത് രാജാവിൻ്റെ കീഴിലായിരുന്നു ആദ്യം ഈ ക്ഷേത്രം. അവിടെ നിന്നാണ് പിന്നെ കണ്ണാഞ്ചേരി പന്നിക്കാട്ട് ഇല്ലക്കാർക്ക് പതിച്ച് കിട്ടിയത്. ഈ വെട്ടത്ത് രാജാവിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൊട്ടാരം വീട് അങ്ങനെയുള്ള പിന്നെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുതിരനിലം അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വന്ന് നിൽക്കാനും അവരെ എന്താ പറയുക പട്ടാളക്കാർക്ക് നിൽക്കാനൊക്കെ ഉള്ള രാജാവിൻ്റെ. അതിനുശേഷമാണ് പിന്നെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇതൊക്കെ നശിപ്പിക്കപ്പെട്ടത്. അവരുടെ കുറേ ആളുകൾ പിന്നെ ഇവിടെ നിർത്തി പട്ടാളക്കാരെ നിർത്തലും അതിൻ്റെ ബാക്കിക്കാർ കുറച്ച് ആളുകൾ കുറച്ച് ദൂരെ ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ട്. അവരൊന്ന് പട്ടാണിക്കാർ എന്നൊക്കെ പറയും. അതാണ് പിന്നെ ഈ ക്ഷേത്രം നശിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ക്ഷേത്രം 2021 ഇപ്പോൾ പുനഃപ്രവർത്തനങ്ങളൊക്കെ നടന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടം വന്നതിന് ശേഷം ടിപ്പുവിൻ്റെ പടയോട്ടക്കാലം എന്ന് പറയുന്നത് AD 1782 ഡിസംബർ 13 മുതൽ ഒരു വലിയ യുദ്ധം പൊന്നാനി ഭാരതപ്പുഴയുടെ വടക്ക് ഭാഗത്തുണ്ടായിരുന്നു. ഈ സമയത്ത് ഹൈദരാലി മൈസൂരിലായിരുന്നു. നമ്മൾ ഹൈദരാലിൻ്റെ പടയോട്ടം നടക്കുകയാണെങ്കിലും ടിപ്പുവിൻ്റെ പടയോട്ടം നടക്കുകയാണെങ്കിലും ടിപ്പുവിൻ്റെ പടയോട്ടം എന്നാ പറയുക. അപ്പോൾ ഈ ഹൈദരാലിയുടെ കൂടെ ടിപ്പു ഉണ്ടായിരുന്നു. ഹൈദരാലിക്ക് അസുഖം വന്നതിനെ തുടർന്ന് ഹൈദരാലി ശ്രീരംഗപട്ടണത്തേക്ക് പോയി. ഈ സമയത്ത് ഭാരതപ്പുഴയുടെ വടക്ക് ഭാഗത്ത് വെച്ച് ടിപ്പുവിൻ്റെ പടയും ബ്രിട്ടീഷ് സൈന്യവും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടന്നു. ഈ ഏറ്റുമുട്ടൽ നടക്കുന്ന 1782 ഒക്ടോബർ മാസത്തിലാണ് ഈ ക്ഷേത്രം കയ്യേറുന്നത്. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ്. നമ്മുടെ അച്ഛൻ്റെ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ചെറുതായിരുന്നു വരുമ്പോൾ തന്നെ അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ക്ഷേത്രമായിരുന്നു. അപ്പോൾ ആ ക്ഷേത്രത്തിന് ഒരുപാട് വിഗ്രഹങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വരുന്ന കാലത്തൊക്കെ വിഗ്രഹം 4 പൊട്ടുകളായി ഉടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇവിടുന്ന് പിന്നീട് ഞങ്ങൾ നീക്കം ചെയ്താണ്. ഞങ്ങളെ കാരണന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ പൊട്ടിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ അതിൻ്റെ വിഗ്രഹത്തിൻ്റെ കുറേ ഭാഗങ്ങൾ അമ്പലത്തിൻ്റെ വടക്ക് സൈഡിലായിട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതാണ് ഇതിൻ്റെ ചരിത്രം എന്ന് പറയുള്ളത്. കുറേ തമർത്തി കിടന്നൊരു അമ്പലമാണിത്. ബ്രിട്ടീഷുകാരുമായി ടിപ്പുവിൻ്റെ സൈന്യം യുദ്ധം ചെയ്യുന്ന സമയത്ത് ടിപ്പുവിൻ്റെ 1000 ഭടന്മാർക്ക് പരിക്കുപറ്റി 200 ഭടന്മാർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും 47 യൂറോപ്യന്മാർ കൊല്ലപ്പെട്ടു. 41 സാധാരണ സിപ്പായികളും കൊല്ലപ്പെട്ടു. ഈ പരിക്ക് പറ്റിയ 1000 പേരെ പൊന്നാനിയിൽ, ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പൊന്നാനിയിലെ ടിപ്പുവിൻ്റെ കേന്ദ്രത്തിൽ എത്തിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പക്ഷെ അത് എവിടെയാണ് എന്ന് ഇതുവരെ കണ്ടെത്തിയിരുന്നില്ല. ആ ഭൂമിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് ഈ ക്ഷേത്രഭൂമിയാണ്. ഇവിടെ എത്തിയ ടിപ്പു ഇവിടെ ചുറ്റുഭാഗം ആനപ്പള്ള മതിലോട് കൂടിയ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് തന്നെ തൻ്റെ താവളമാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ താവളമാക്കുകയാണ്. ഇവിടെയുള്ള ഇല്ലങ്ങൾ പൊളിച്ച് എട്ടിലാക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ എട്ടിലാക്കിൽ 8 ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഇതുമായി ചരിത്രവുമായി ബന്ധപ്പെട്ട സിജി ചിലവിൽ എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു 8 ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു. ആ 8 ഇല്ലങ്ങളിൽ നിന്നും ഉള്ള ഇല്ലങ്ങൾ പൊളിച്ചിട്ടാണ് ഇവിടെ
കൊത്തളം കെട്ടിയത്. കൊത്തളം എന്തിനാണ്? പീരങ്കി സ്ഥാപിക്കാൻ. നമുക്ക് പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട കണ്ടാൽ നമുക്കറിയാം, കോട്ട പോയോ നോക്കിയ ആൾക്കാർക്കറിയാം, 4 ഭാഗത്തും പീരങ്കി വെക്കാനുള്ള കൊത്തളങ്ങൾ കാണാം. ആ കൊത്തളങ്ങൾ 4 ഭാഗത്തും ഇവിടെയുണ്ട്. നമുക്ക് ആ കാഴ്ച കാണാം. ടിപ്പു പീരങ്കികൾ സ്ഥാപിക്കാൻ നിർമ്മിച്ച കൊത്തളമാണിത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു മൂലയിലാണ്. ഇത് 30 മീറ്ററാണ് ഇതിൻ്റെ ചുറ്റളവ്. ഏതാണ്ട് 10 അടിയോളം ഇതിനും മുകളിൽ ഉയരമുണ്ടായിരുന്നു. അതെല്ലാം ക്രമേണ ആളുകൾ പൊളിച്ചു കൊണ്ടുപോയി അവശിഷ്ടം മാത്രമാണിത്. ഇത് 30 മീറ്ററാണ് ഇതിൻ്റെ അളവുള്ളത്. ഇത് പിന്നെ ഏറ്റെടുക്കണമെന്ന് കാണിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരികയും ഇത് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഈ ക്ഷേത്രം ഏറ്റെടുത്ത് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫയൽ രാഷ്ട്രപതിയുടെ മുമ്പിൽ ഇപ്പോൾ നിലവിലുള്ളതാണ്. വരാനിരിക്കുന്ന ഭാവിയിൽ ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് നമുക്ക് കരുതാം. അത് കൊത്തളാണെന്നുണ്ടെങ്കിൽ കൊത്തളം അത്ര ഹൈറ്റിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. പീരങ്കി വെക്കാൻ, ടിപ്പുവിന് പീരങ്കി വെക്കാനാണ് ആ കൊത്തളം ഉണ്ടാക്കിയെന്നാണ് പറയണത്. അപ്പോൾ അത് ആവാൻ തന്നെയാണ് ചാൻസ്. 4 ഭാഗത്തും കൊത്തളമുണ്ട്. നല്ലൊരു ഒളിത്താവളം എന്നുള്ളതിൽ ആനപ്പള്ളയോട് കൂടിയ ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഈ അമ്പലത്തിനുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി, ആളുകളൊക്കെ കുറേ പൊളിച്ചു പോയി. അപ്പോൾ വീണ്ടും അത് റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. അതേപോലെ തന്നെ സ്ഥലത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സ്ഥലങ്ങൾ ഒരുപാട് കയ്യേറിപ്പോയി. അതൊക്കെ ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റാവുന്നതൊക്കെ തിരിച്ചു പിടിക്കാൻ, ക്ഷേത്രത്തിന് അത്യാവശ്യമായ ഭൂമികളൊക്കെ തിരിച്ചു പിടിക്കാനുള്ളൊരു ഇതും കൂടിയാണ് ഇപ്പോൾ കമ്മിറ്റിയും നാട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിലുള്ള ചെലവിൽ മഹാദേവ ക്ഷേത്ര ഭൂമിയുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നാൽ എണ്ണിയാലൊടുങ്ങാത്ത കഥകളും ചരിത്രവുമാണ് പറയാനുള്ളത്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പടയോട്ടക്കാലത്ത് ടിപ്പുവിൻ്റെ 1000 ഭടന്മാർക്ക് പരിക്കുപറ്റി, 200 ടിപ്പുവിൻ്റെ ഭടന്മാർ 200 പേർ മരിച്ചു എന്ന കാര്യമെല്ലാം പറഞ്ഞു. 1782 ഡിസംബർ 7 ഹൈദരാലി ശ്രീരംഗപട്ടണത്ത് വെച്ച് മരിക്കുന്നത്. ടിപ്പു അറിയുന്നത് 11ാമത്തെ ദിവസമാണ്. അത് ഇവിടെ വെച്ചാണ്, ഈ ക്ഷേത്രഭൂമിയിൽ വെച്ചാണ്. തുടർന്ന് അദ്ദേഹം ഇവിടെ നിന്നും പലായനം ചെയ്തു. ഇത് പലായനം ചെയ്യാൻ ഒരു കാരണമുണ്ടായി. നേരത്തെ നടന്ന ആ യുദ്ധത്തിൽ അത്രയും 200ഓളം ഭടന്മാർ മരിച്ചു, യൂറോപ്യന്മാർ മരിച്ചു, അതുപോലെ നാടൻ സിപ്പായികൾ മരിച്ചു. ബ്രിട്ടീഷുകാരാണെങ്കിൽ അവരെ സഹായിക്കാൻ 450 പേരടങ്ങുന്ന യൂറോപ്യൻ സൈന്യത്തെ അയച്ചിരിക്കുന്നു. ടിപ്പുവിൻ്റെ കയ്യിലാണെങ്കിൽ വെടിക്കോപ്പുകൾ അവസാനിച്ചു, ഒന്നുമില്ല. പാലക്കാട്ട് നിന്നും വെടിക്കോപ്പുകൾ വരുന്നതിന് വേണ്ടി അദ്ദേഹം ഇവിടെ കാത്തിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ സൈന്യം, കൂടുതൽ സൈന്യം വരുന്നു എന്ന കാര്യം അറിഞ്ഞത്. ഈ 2 ഭാഗത്തും കുന്നാണ്. അത് കിഴക്ക് ഭാഗത്ത് പറമ്പിന് മുകളിൽ എന്ന് പറഞ്ഞ കുന്നാണ്. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് അയ്യായ കുന്നാണ്. അപ്പോൾ ഈ പീരങ്കി വെടി അവിടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൽ എത്തുന്നുള്ള ഒരു സംശയം വന്നു അവർക്ക്. അതുകൊണ്ടിട്ടാണ് ഇവിടുന്ന് ഇട്ടിട്ട് പോയത്. ഇങ്ങനെ പലായനം ചെയ്യുന്ന സമയത്ത് ഇവിടെ ടിപ്പുവിൻ്റെ സൈന്യത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ ഇവിടെ സംരക്ഷണത്തിന് വേണ്ടി നിർത്തിയതിന് ശേഷമാണ് ടിപ്പു പോകുന്നത്. അപ്പം അങ്ങനെ നിരത്തിയ ടിപ്പുവിൻ്റെ സൈന്യത്തിലെ ആ പരമ്പര മലയാളികളായിട്ട് ഈ ക്ഷേത്ര പരിസരത്ത് ഈ കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട്. പട്ടാണികൾ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ മഹാദേവനാണ്. മഹാദേവൻ്റെ പ്രതിഷ്ഠാ സങ്കല്പം, പിന്നെ ഭാഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഗംഗ ഭൂമിയിൽ പതിച്ചു കഴിഞ്ഞാൽ ഇവിടെ സർവനാശം ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് മഹാദേവൻ ശിരസിലേക്ക് ആവാഹിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ട് ഗംഗയെ ശിരസിലേക്ക് ആവാഹിക്കാൻ നിൽക്കുന്ന ശക്തനായ മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം.
പിന്നെ പ്രശ്നവശാൽ പറഞ്ഞിട്ടുണ്ട് യോഗനിദ്ര എന്ന്. അതായത് യോഗനിദ്രയിലാണ് മഹാദേവൻ ഇരിക്കുന്നതെന്നും പറയാറുണ്ട്. എന്തായാലും വിളിച്ച വിളിപ്പുറത്തുള്ള മഹാദേവൻ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കോട്ട നിന്നിരുന്ന സ്ഥലമുണ്ട്, അതുപോലെ കുതിരാലയമുണ്ട്, കുതിരയെ കെട്ടിയിരുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഇപ്പോഴുമുണ്ട്. അവിടെ ആ കാലഘട്ടത്തിൽ ഇവിടെ ശിവലിംഗം അടിച്ചുടച്ച ശിവലിംഗം കുളത്തിൽ കൊണ്ടുവന്നിട്ടു. ദേവിയുടെ കൈ വെട്ടിമാറ്റി. പിന്നീട് ഈ ടിപ്പു ഇവിടെ നിന്ന് പോയതിന് ശേഷം ഈ പ്രദേശം കാട് മൂടിക്കിടന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ കണ്ണഞ്ചേരി പന്നിക്കാട്ടിലും അന്യം നിന്ന് പോയി, ആൺകുട്ടികളാരില്ലാതെ. അപ്പോൾ അന്നത്തെ ഇല്ലക്കാർ കൊടുങ്ങല്ലൂർ പോയിട്ട് ഒരു ജ്യോത്സ്യനെ കണ്ടു. എന്നിട്ട് അവിടെ പ്രസംഗിച്ചാൽ പറഞ്ഞ്, ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള വിഗ്രഹമല്ല നിങ്ങൾ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ, ഇപ്പോൾ അത് താൽക്കാലികമായിട്ട് ഏതോ ഒരു അധിനിവേശക്കാരൻ വന്നപ്പോൾ പേടിച്ചിട്ട് താൽക്കാലികമായിട്ട് വെച്ചതാണ്. പിന്നെ ശരിക്കുള്ള വിഗ്രഹം അമ്പലക്കുളത്ത് കിടക്കേണ്ടി വന്നു. അപ്പോൾ ഈ അമ്പലക്കുളത്തിൽ വേനൽക്കാലത്ത് വെള്ളം വറ്റുന്ന സമയത്ത് പിന്നെ കരിങ്കലിൻ്റെ ഒരു തല കാണാം, പക്ഷെ എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പറഞ്ഞ് കുളത്തിൽ കിടക്കുന്നുണ്ട്, യഥാർത്ഥ വിഗ്രഹം അതാണ്. അത് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് രണ്ടാമത് പുനഃപ്രതിഷ്ഠ നടത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അത് കൊണ്ടുവന്നിട്ട് വെച്ചാണ് ഇപ്പോഴത്തെ യഥാർത്ഥ പ്രതിഷ്ഠ ഇവിടെ ഉള്ളത്. AD 1793 മെയ് മാസം 24-ാം തീയതി ഒടുവിലെ വെട്ടത്ത് രാജാവ് രാമവർമ്മ വലിയ രാജ തീപ്പെട്ടതോടുകൂടി അവകാശികളില്ലാത്ത ഒരു കാലഘട്ടം വന്ന സമയത്ത് അപ്പോഴാണ് ഈ കണ്ണാഞ്ചേരി പന്നിക്കാട്ട് ഇല്ലക്കാർക്ക് ഇത് സംരക്ഷണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയും പിന്നീട് ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം കാട് വെട്ടി തെളിയിച്ചിട്ടാണ് ഈ ക്ഷേത്ര പുനരുദ്ധാരണത്തിൻ്റെ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടിട്ടുള്ള പൊന്മുണ്ടൻ ചെലവിൽ മഹാദേവ ക്ഷേത്രത്തിലെ അവശിഷ്ടങ്ങളാണ്. അവശിഷ്ടങ്ങൾ ഇവിടെ എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ടോ ഈ കാണുന്നതെല്ലാം അവശിഷ്ടങ്ങളാണ്. ആ ഭാഗത്തെല്ലാം അവശിഷ്ടങ്ങളുണ്ട്. ഇത് അവിടെ കാണാം. ഇതെല്ലാം അവശിഷ്ടങ്ങളാണ്. ഇത് ദ്വാരപാലകരുടെ ശില്പമാണ്. ഇവിടെ ഇതിനൊരു ചെത്തിയ അടയാളം കാണാം. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രമാണ് എന്ന് കാണിക്കുന്ന പ്രധാനപ്പെട്ട തെളിവ് ദ്വാരപാലകരുടെ കൈകൾ വെട്ടിമാറ്റും എന്നുള്ളതാണ്. ഇത് ദ്വാരപാലകരാണ്, ഇത് വെട്ടിമാറ്റിയിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മൾ കാണിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഈ ശിവക്ഷേത്രത്തിലെ തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് ദ്വാരപാലകൻ്റെ വിഗ്രഹത്തിൻ്റെ ഭാഗമാണ്, ഇതിൻ്റെ ഒരു പാദഭാഗമാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്ത് കിരീടത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മറ്റൊരു ശില്പത്തിൻ്റെ മറ്റൊരു ദീപസ്തംഭത്തിൻ്റെ അവശിഷ്ടമാണ് തകർന്ന. അതിൻ്റെ അപ്പുറത്തെ കല്ലുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കല്ല് കൂടി കിടക്കുന്നുണ്ട്. ഇത് പീരങ്കി വെച്ച കൊത്തളങ്ങളുടെ ഒരു തകർന്ന കൊത്തളത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം മണ്ണ് മൂടി കിടക്കുകയാണ്. ഈ മണ്ണ് മൂടി കിടക്കുന്നതിൻ്റെ അടിയിലുമുണ്ട് ഇത്തരത്തിലുള്ള വിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ. ഇനി നമ്മൾ ഈ കാണുന്നത്, ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ കാണുന്നത് ഒരു തോടാണ്. പക്ഷേ ഇത് തോട് എന്ന് പറഞ്ഞാൽ ടിപ്പു ഇവിടെ താവളമാക്കിയതിന് ശേഷം ഇവിടെ ശത്രു സൈന്യങ്ങൾ ഇതിലേക്ക് ആക്രമിക്കാതിരിക്കാൻ നിർമ്മിച്ച കിടങ്ങാണത്. ടിപ്പുവിൻ്റെ കോട്ട എല്ലാം പാലക്കാടെല്ലാം ഉണ്ട് ഇതേപോലത്തെ കോട്ട. ആ ഒരു കോട്ട ഇപ്പോൾ തോട് എന്ന രീതിയിലായിട്ടാണ് നിൽക്കുന്നത്. ഇത് തോടാണ്, പക്ഷേ ഇത് ടിപ്പുവിൻ്റെ കോട്ട സംരക്ഷിക്കുന്നതിന് വേണ്ടി ടിപ്പു നിർമ്മിച്ച കിടങ്ങാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഇതാ കണ്ട 30 മീറ്റർ ചുറ്റളവാണിത്. ഈ ചുറ്റളവിൻ്റെ നേരെ താഴത്താണ് ഈ കിടങ്ങ് സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ തോടായി കിടക്കുന്ന തൊട്ടപ്പുറത്ത് റോഡായി മാറിയിട്ടുണ്ട്. ഇതിൻ്റെയും അപ്പുറത്തുള്ള ഭാഗങ്ങൾ ഇപ്പോൾ പറമ്പാണ്. അപ്പോൾ അവിടെ കിടങ്ങൊന്നുമില്ല. അപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ പൊന്മുണ്ടൻ ചെലവിൽ മഹാദേവ ക്ഷേത്രം.
ഇത് കണ്ണാഞ്ചേരി പന്നിക്കാട്ട് ഇല്ലമാണ്. വെട്ടത്ത് രാജാവ് പൊന്മുണ്ടം ചെലവിൽ മഹാദേവ ക്ഷേത്രം പരിപാലിക്കുന്നതിന് വേണ്ടി ഈ ഇല്ലത്തുകാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഇല്ലക്കാർ ഇപ്പോൾ ഇവിടെ ഇല്ല, പല ഭാഗത്തുമായിട്ടാണ് അവർ താമസിക്കുന്നത്. കോഴിക്കോടും മറ്റുമാണ്. ഇപ്പോൾ ഇവിടെ ആരും താമസമില്ല. കണ്ണാഞ്ചേരി ഈ പന്നിക്കാട്ട് ഇല്ലത്തുകാർ ഇത് സംരക്ഷിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാട്ടുകാർ ഇടപെട്ട് ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് ഈ രീതിയിലൊക്കെ ആയിട്ടുള്ളത്. ഇതവിടെ പൂട്ടിക്കിടക്കുകയാണ് ഇപ്പോൾ. രണ്ടായിരത്തി 2021 നാട്ടുകാരുടെ വിപുലമായൊരു മീറ്റിങ്ങൊക്കെ വിളിച്ച് യോഗം ചേർന്ന് അതിൽ പുനരുദ്ധാരണ കമ്മിറ്റി തീരുമാനിക്കുകയും നാട്ടുകാരുടെ സഹായ സഹകരണത്തോടെയാണ് ഇപ്പോൾ മുകൾ ഭാഗം ചെമ്പോല പതിക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ 2ാം ഘട്ടം ബാക്കിയുണ്ട്, അതിൻ്റെ പണിയിലാണ്. അതിനിപ്പോൾ സഹായ സഹകരണങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കേണ്ടത് ഞങ്ങൾ. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമായിട്ട് നമ്മൾ മേലത്തെ ചെമ്പോല പതിക്കൽ കഴിഞ്ഞു. ഇനി 2ാം ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ താഴത്തുള്ള ചെമ്പോല പതിക്കലാണ് നടക്കാനുള്ളത്. അത് നാട്ടുകാരുടെ സഹായവും സഹകരണവും നല്ലോണം ഉണ്ട്. അതുകൊണ്ട് അടിയത്തിൻ്റെ പ്രവർത്തനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ മരങ്ങളൊക്കെ കുറേ നോക്കിക്കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെമ്പ് ബാക്കി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണയെ പറ്റി പറയുകയാണെങ്കിൽ 2020-21 കാലഘട്ടത്തിലാണ് നമ്മൾ മൊത്തത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇതുപോലെ അല്ലായിരുന്നില്ല ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ജ്യോതിഷനെ കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായിട്ട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അതിൽ ദേവന് ചെമ്പോല പതിക്കാന്നുള്ളൊരിത് വന്നതുകൊണ്ട്, പ്രശ്നത്തിൽ കണ്ടതുകൊണ്ട് നാട്ടുകാരൊക്കെ അപ്പം തന്നെ നല്ല സഹായ സഹകരണത്തോടെ ചെമ്പോല പതിക്കാമെന്ന് പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കമ്മിറ്റിയും നാട്ടുകാരും ഒരുമിച്ച് പ്രവർത്തിച്ച് ഈ മുകളിലത്തെ ചെമ്പോല പതിക്കലാണ് ഇപ്പോൾ നടന്നത്. ഇനി 2ാം ഘട്ടമായിട്ട് ചെമ്പോല നടക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കലും അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ നട തുറപ്പ് രാവിലെ 5 മണിക്കാണ്. ഈ 9 മണി വരെ ക്ഷേത്രം തുറന്നിരിക്കും. സാധാരണ രീതിയിൽ ഗണപതി ഹോമം, പിന്നെ മഹാദേവന് പൂജ, ഇതൊക്കെ കാര്യമായിട്ട് പ്രത്യേകിച്ച് നടക്കുന്നത്. പിന്നെ 2 നാഴികേരുടെ നേതിയാണ് ഭഗവാന്, അത് വെള്ളിയുരുളിയിലാണ് നേദിക്കുന്നത്. പിന്നെ വൈകുന്നേരം ഇതേമാതിരി 5 മണിക്ക് തുറക്കും, 7 മണി വരെ ഉണ്ടാവും ക്ഷേത്രം. ഇവിടെ ഉത്സവങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, പിന്നെ ഭഗവത് സേവ അങ്ങനെയുണ്ട്. പിന്നെ മണ്ഡലകാലത്ത് സ്വയംവര അഖണ്ഡനാമം, ചുറ്റുവിളക്ക്. കുംഭമാസത്തിലെ പുണർദം നക്ഷത്രത്തിനാണ് ഇവിടെ ഉത്സവം. മഹാദേവൻ്റെ പ്രതിഷ്ഠാദിനും വേട്ടയ്ക്കരുമോനും കളമ്പാട്ടും ആണ് അന്ന് നടക്കുക. പിന്നെ ശിവരാത്രി കൂടാതെ പിന്നെ സപ്താഹം നടക്കലുണ്ട്. മഹാദേവൻ ഒരു ദിവസം 3 ഭാവത്തിലാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. നട തുറക്കുന്ന സമയത്ത് ലോകഗുരുവായ ദക്ഷിണാമൂർത്തി ഭഗവാൻ, പിന്നെ ഉഷപൂജയ്ക്ക് പിന്നെ വൈദ്യനാഥനാണ്, ഉച്ചപൂജ സമയത്ത് മഹാദേവനായിട്ടാണ് 3 സങ്കല്പത്തിലാണ് പൂജകൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഉപദേവന്മാരിൽ പിന്നെ പാർവതി ദേവി തെക്കോട്ട് മുഖമായിട്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ടുള്ള പട്ടും താലി സമർപ്പണം, തട്ട് സമർപ്പണം. ആ തട്ട് സമർപ്പണം നടത്തിയിട്ട് ഒരു 95% ആളുകൾക്കും വിജയം ഉണ്ടായിട്ടുണ്ട്. ദാമ്പത്യ കാര്യം, കല്യാണമൊക്കെ ശരിയാകാൻ വേണ്ടിയിട്ടേ. പിന്നെ ഉണ്ണി ഗണപതി, ഭഗവതിയുടെ മടിയിലിരിക്കുന്ന സങ്കല്പത്തിലാണ് ഉണ്ണി ഗണപതി ഇരിക്കുന്നത്. പിന്നെ ഉദ്യോഗം, പിന്നെ രോഗദുരിതങ്ങൾ മാറാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ണി ഗണപതിക്ക് ഒറ്റയും ഉണ്ണിയപ്പവും കറുകമാലയും ഒക്കെ സമർപ്പിച്ചാൽ സാധിക്കുന്നുണ്ട്. പിന്നെ ഉപദേവൻ എന്ന് പറയാൻ പറ്റാത്ത അത്രയും ശക്തനായൊരു ദേവനാണ് ഞങ്ങളുടെ വേട്ടയ്ക്കരൻ. വേട്ടയ്ക്കരന് പിന്നെ ഒരുപാട് വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ നാളികേരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പാട്ടിന്. അങ്ങനെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം ചെലവിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും വർത്തമാന കാഴ്ചകളും ഞങ്ങൾ നിങ്ങളെ കാണിച്ചു. ഇതുപോലെ
നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തകർക്കപ്പെട്ട് കാടുമൂടി കിടക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ, അനവധി ഐതിഹ്യങ്ങളും ചരിത്രമുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഈ ഓരോ ക്ഷേത്രഭൂമിയിലും ഞങ്ങൾ ഇനി കടന്നു ചെല്ലാൻ പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ ചിത്രങ്ങളും ഞങ്ങൾ നിങ്ങളെ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ കാണിക്കും. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഓരോ എപ്പിസോഡും നിങ്ങൾ മറക്കാതെ കാണണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് തകർക്കപ്പെട്ട മറ്റൊരു ക്ഷേത്രത്തിലെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്ക് നന്ദി, നമസ്കാരം.